അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. ഏറെ പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും ഏറെ വലുതുമായ അവൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ, ആ കാര്യങ്ങളിൽ വിശ്വസിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ വിഷയങ്ങളെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ, പഠിക്കാൻ പല രൂപത്തിലുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ലഭിച്ച കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ധാരാളമായി അള്ളാഹുവിനെ ഓർക്കാനും ഏറെ നന്ദി കാണിക്കുന്ന അടിമകളായി ജീവിക്കാനും ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സന്ദർഭത്തിൽ വിശ്വാസികളായ നാം ഓരോരുത്തരും അനിവാര്യമായും അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഒരു വിഷയത്തിൽ ഏതാനും കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇൻഷാ അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. അൽ ഈമാനു ബിൽ ഖദർ, വിധിയിലുള്ള വിശ്വാസം. ആ വിധി ഖൈറാകാം, ഷർറാകാം. അള്ളാഹുവിൻ്റെ തീരുമാനം, നിശ്ചയം എന്താണോ നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കപ്പെടുന്നത് അതിനെ തൃപ്തിയുള്ള മനസ്സോടെ, ഇഷ്ടമുള്ള മനസ്സോടെ സ്വീകരിക്കാൻ വിശ്വാസികളായ നാം സന്നദ്ധരാകണം. അതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിലും പഠിപ്പിച്ചതായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഉണർത്താനുള്ളത്. അതോടൊപ്പം വിധിവിശ്വാസത്തെ ശരിയാം വിധം മനസ്സിലാക്കാത്തതിനാൽ ഒരുപാട് അബദ്ധങ്ങൾ, തെറ്റുദ്ധാരണകൾ ഈ വിഷയത്തെ ചുറ്റിപ്പറ്റി സമൂഹത്തിലുണ്ട്. നാം ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലും സുഹൃത്തുക്കൾക്കിടയിലുമെല്ലാം അത്തരത്തിലുള്ള തോന്നലുകൾ, ചിന്തകൾ വ്യാപകമായി നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിധിവിശ്വാസത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ്, ഇതിനെ സംബന്ധിച്ച് നാം അറിഞ്ഞിരിക്കണം. ആ വിശ്വാസത്തെ ചുറ്റിപ്പറ്റി ആളുകൾ കൊണ്ടു നടക്കുന്ന തെറ്റുകൾ, അബദ്ധങ്ങൾ എന്താണ്, അത് തിരുത്തി കൊടുക്കണം,
ഇതെല്ലാം നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളായ നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ഒരു വ്യവസ്ഥ, ഒരു ചിട്ട ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനോ താല്പര്യത്തിനോ അനുസരിച്ചല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഖുർആൻ ആ കാര്യത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചത് ഇന്നാ കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ. നാം എല്ലാറ്റിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മനുഷ്യരാകട്ടെ, ജന്തുക്കളാകട്ടെ, സസ്യങ്ങളാകട്ടെ, സൃഷ്ടികളായി എന്തെല്ലാം ലോകത്തുണ്ടോ അതിൻ്റെ എല്ലാം ജീവിതത്തിന് ഒരു ക്രമം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെ മേൽ ബാധ്യത എന്താണ്? വിധിവിശ്വാസം എന്നത് വിശ്വാസ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. വിശ്വാസകാര്യങ്ങളുടെ ഏറ്റവും പ്രധാന കാര്യങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയപ്പോൾ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചപ്പോൾ അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ വിധിയിലുള്ള വിശ്വാസത്തെ എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഇസ്ലാമിനെ സംബന്ധിച്ചും ഈമാനെ സംബന്ധിച്ചുമൊക്കെ ചോദിച്ചത് നാം അറിഞ്ഞിട്ടുണ്ട്. ഈമാനെ സംബന്ധിച്ച് ചോദ്യമുണ്ടായപ്പോൾ വിശ്വാസകാര്യങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അതിൽ വിധിയിലുള്ള വിശ്വാസത്തെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞത് പ്രകാരം വിധി വിശ്വാസത്തെ സൂക്ഷിക്കാൻ, നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ വലിയ പ്രയാസം, അപകടം ഉണ്ടാകും എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അബ്ദുൻ, ഒരടിമ വിശ്വാസിയാവുകയില്ല, ഹത്താ യുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി, അല്ലാഹുവിൻ്റെ വിധിയിൽ അത് നല്ലതാകട്ടെ ചീത്തയാകട്ടെ ആ കാര്യത്തിൽ വിശ്വസിക്കുന്നത് വരെ വിശ്വാസം ഉണ്ടാവുകയില്ല. ഒരാൾക്ക് തെറ്റായി ബാധിക്കുന്നത് മറ്റൊരാൾക്ക് ശരിയാക്കി കൊടുക്കാൻ കഴിയില്ല. ഒരാൾക്ക് ശരിയാകുന്നതിനെ മറ്റൊരാൾക്ക് തെറ്റിക്കാനും കഴിയില്ല. അത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിലാണ്. ഈ ബോധം വിശ്വാസികളായ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്താണ് വിധിയിലുള്ള വിശ്വാസം? അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ പടക്കുന്നതിൻ്റെ, സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മഖാദീറുകൾ, വിധികളെ എഴുതി വച്ചിട്ടുണ്ട്. വിധിവിശ്വാസത്തെ നിഷേധിക്കുന്ന ആളുകൾ പ്രചരിപ്പിച്ചിട്ടുള്ളത്, അവർ പറഞ്ഞു പരത്തിയിട്ടുള്ളത്, അങ്ങനെ ഒരു വിശ്വാസമില്ല. അൽ അംറു ഉനുഫ്, കാര്യങ്ങളൊക്കെ അപ്പോൾ ഉണ്ടാകുന്നതാണ്, മുൻകൂട്ടി തീരുമാനിച്ചതോ നിശ്ചയിച്ചതോ അല്ല. അത് ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസമല്ല. സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിധികളെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അറിയുന്നവനാണ്. ഒരു കാര്യം സംഭവിച്ചു, ഒരു കാര്യം സംഭവിച്ചില്ല, ഇനി എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു, എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? സംഭവിക്കാതിരുന്നു, എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? ഇതിനെപ്പറ്റിയുള്ള എല്ലാം അറിവ് അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മശീയത്തിലാണ്, അള്ളാഹുവിൻ്റെ തീരുമാനത്തിലാണ് എല്ലാം. അള്ളാഹുവിൻ്റെ ഉദ്ദേശമില്ലാതെ ഒന്നും തന്നെ ലോകത്ത് നടക്കുകയില്ല. അതുപോലെ എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ലാത്ത ഒന്നും തന്നെയില്ല.
ഇങ്ങനെ അള്ളാഹുവിൻ്റെ വിധിയിലുള്ള വിശ്വാസത്തെ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട രീതിയെ സംബന്ധിച്ച് ഖുർആനിൻ്റെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിധിയിലുള്ള വിശ്വാസത്തിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഓരോരുത്തരും സ്വയം ആത്മവിചാരണ ചെയ്യപ്പെടേണ്ട കാര്യമാണ്. എത്രയോ ആളുകൾ ഈ കാര്യത്തെ സംബന്ധിച്ച് അറിയാതെ അലസന്മാരായി നടക്കുന്നുണ്ട്, അജ്ഞരായി നടക്കുന്നുണ്ട്. വേറെ കുറേ ആളുകൾ അറിഞ്ഞിട്ടുണ്ട്, വിധിവിശ്വാസത്തെപ്പറ്റി കേട്ടിട്ടുണ്ട്, അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നവർക്കറിയാം. പക്ഷേ ആ കാര്യത്തിൽ ഒരു ഗൗരവം, അതിനൊരു പ്രാധാന്യം അവർ നൽകുന്നില്ല. വേറെ ചിലരുണ്ട് പരിഹസിക്കാനും അപഹസിക്കാനും വേണ്ടി മാത്രമുള്ളവർ, വിധിവിശ്വാസത്തെ കളിയാക്കുന്നവർ, നിസാരമായി കാണുന്നവർ. എന്തൊരു വിധിയാണിത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിധിയുണ്ടോ? ഇങ്ങനെ വിധിക്കുന്ന അള്ളാഹു ക്രൂരനല്ലേ, അക്രമിയല്ലേ, അനീതിയല്ലേ ഇവിടെ നടന്നത്? ഇങ്ങനെ പരിഹാസം, അതുപോലെ തന്നെ അവഗണന, അത്തരം സ്വരങ്ങൾ സമൂഹത്തിലുണ്ട്. മറ്റു ചിലർ നിഷേധികളാണ്, അവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിലോ നിശ്ചയങ്ങളിലോ അവർക്ക് വിശ്വാസമില്ല. അവരുടെ ജീവിതത്തിൽ പോലും നടക്കുന്നത്, അവർ ശ്വസിക്കുന്നത്, അവർക്ക് സാമ്പത്തികമായ സുഖമുണ്ടാകുന്നത്, അവർക്ക് ദാരിദ്ര്യമുണ്ടാകുന്നത്, അവർക്ക് പ്രയാസമുണ്ടാകുന്നത്, അവർക്ക് സൗഖ്യമുണ്ടാകുന്നത്, അതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനത്തിലാണ്, അള്ളാഹുവിൻ്റെ നിശ്ചയത്തിലാണ്. അതിൽ നിന്ന് പോലും പാഠം ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകുന്നില്ല. എന്തുമാത്രം അപകടമാണ് സഹോദരങ്ങളെ! ഉഹുദ് മലയോളം നാം പ്രവർത്തിച്ചാലും വിധിയിലുള്ള വിശ്വാസം നമുക്കില്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വിധിവിശ്വാസത്തെ നിഷേധിക്കുന്നവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഞാനുമായി ബന്ധമില്ല, എനിക്കവരുമായി ബന്ധമില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖദർ നിഷേധികൾ രംഗപ്രവേശനം ചെയ്ത കാലഘട്ടത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യത്തെ ഗൗരവത്തോടുകൂടി നാം കാണണം എന്നർത്ഥം. അതോടൊപ്പം വിധിയിലുള്ള വിശ്വാസത്തെ ശ്രദ്ധിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മൂലം നമ്മെ ബാധിക്കുന്ന മറ്റു പല കാരണങ്ങളും നിമിത്തം ആ വിശ്വാസത്തെ നിലനിർത്തേണ്ടതുപോലെ നിലനിർത്താനും ശ്രദ്ധിക്കേണ്ടതുപോലെ ശ്രദ്ധിക്കാനും ശ്രമിക്കുന്നില്ലേ എന്ന പരിശോധന നിർബന്ധമാണ്. അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിപ്പെടാനുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അതില്ലാതെ പോയാൽ ഖൈറായ വിധിയുണ്ടായാലും ഷർറായ വിധിയുണ്ടായാലും നമ്മുടെ നില മാറിപ്പോകും, നമ്മുടെ അവസ്ഥ പല രൂപത്തിലേക്ക് മാറ്റപ്പെടും. ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് ആ കാര്യം ബോധ്യമാകും. പല ആളുകളും കാലത്തെ പഴിക്കുന്നവരുണ്ട്. നാം ജീവിക്കുന്ന അന്തരീക്ഷം, കാലാവസ്ഥ മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നതാണ്. ആരാണതിനെ മാറ്റുന്നത്? അള്ളാഹുവാണ്. ലാ തസുബ്ബുദ്ദഹർ, കാലത്തെ നിങ്ങൾ പഴിക്കരുത്. അനദ്ദഹർ, ഞാനാകുന്നു കാലം. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാവിനെയും പകലിനെയും മാറ്റിമറിക്കുന്നവൻ ഞാനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തൊരു മോശം കാലമാണ്, വെറും പരാജയമുണ്ടായ ഒരു കാലം, നഷ്ടമുണ്ടായ ഒരു കാലം. ആ രൂപത്തിൽ പഴിക്കരുത്, കുറ്റം പറയരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ശക്തമായ ചൂടുണ്ടാകുമ്പോൾ
നല്ല തണുപ്പുണ്ടാകുമ്പോൾ, ശക്തമായ മഴയുണ്ടാകുമ്പോൾ, കാറ്റുണ്ടാകുമ്പോൾ, പ്രളയം പോലുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് അത്തരം സംസാരങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു കണക്കാക്കിയത്, അള്ളാഹു വിധിച്ചത് ലോകത്ത് സംഭവിക്കുന്നു. ലോകത്തിൻ്റെ റബ്ബാണ്, റബ്ബുൽ ആലമീനാണ്, ലോകത്തിൻ്റെ രക്ഷിതാവാണ് അള്ളാഹു. ആ ലോകത്തെ നിയന്ത്രിക്കുന്നവനും അള്ളാഹുവാണ്. പലരും സമയത്തെ കുറ്റപ്പെടുത്തും. ശരിയല്ല, പറ്റിയ സമയമല്ല, ഈ സമയത്ത് ഇറങ്ങിയപ്പോഴേ എനിക്ക് ഉറപ്പാണ് നടക്കൂല, ഈ സമയത്ത് വേണ്ടാന്ന് ഞാൻ പല തവണ ആവർത്തിച്ചു പറഞ്ഞു, ആരും കേട്ടില്ല. ഇങ്ങനെ സമയത്തെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകും. കാക്ക പാറിയാൽ, പൂച്ച, നായ പോലെയുള്ള ജീവികൾ മുന്നിലേക്ക് ചാടിയാൽ അതെല്ലാം കണക്കാക്കിയിട്ട് ഒരു ശുഭലക്ഷണമല്ല, സുഖമുള്ള ഒരു സമയമല്ല, അശുഭമാണ്, ഈ രൂപത്തിൽ കാണുന്നവർ ഇന്നും സമൂഹത്തിലുണ്ട്. സഹോദരങ്ങളെ, സമയത്തെ നമുക്ക് സംവിധാനിച്ചതും അനുകൂലിച്ചതും ആരാണ്? അള്ളാഹുവാണ്. അതിനെ ഉപയോഗപ്പെടുത്തണം. അതല്ലാതെ സമയത്തെ കുറ്റം പറഞ്ഞ് ആക്ഷേപിച്ച് ജീവിക്കലല്ല. ശുഭമാണോ അശുഭമാണോ എന്ന് സമയം നോക്കി തീരുമാനിക്കലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തെ കേടുവരുത്തുന്ന ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല. എന്താ എനിക്ക് മാത്രം ഇങ്ങനെ ബാധിക്കുന്നത്? ഞാനെന്താ ഒരു ജോലിയില്ലാത്തവനായി എപ്പോഴും ആകുന്നത്? എന്താ എനിക്ക് മാത്രം രോഗമുണ്ടാകുന്നത്? എന്താണ് എനിക്കൊരു സന്തോഷം ഇല്ലാത്തത്? ഇങ്ങനെ നമ്മുടെ വിശ്വാസത്തെ കേടുവരുത്തുന്ന ദുഷിച്ച ചിന്തകൾ, വിചാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലം അന്നൽ ഉമ്മ ലവിജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. ഒരു സമൂഹം മുഴുവൻ നിനക്ക് ഗുണം ചെയ്യാൻ വേണ്ടി ഒരുമിച്ചു, പക്ഷേ അള്ളാഹു കണക്കാക്കിയ ഗുണം മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഒരു സമൂഹം മുഴുവൻ നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരുമിച്ചു, അള്ളാഹു എന്താണോ കണക്കാക്കിയത് അത് മാത്രമേ അവിടെ സംഭവിക്കുകയുള്ളൂ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത് വലാ മുഅ്തിയ ലിമാ മനഅത്. നീ നൽകിയത് തടയാൻ, നീ തടഞ്ഞത് നൽകാൻ ഒരാളും ഇല്ല എന്ന ഉറച്ച വിശ്വാസമാണ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. ജീവിതത്തിൽ വല്ല തെറ്റുകളും അബദ്ധങ്ങളും വന്നാൽ വിധിയെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യണമെന്നത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽപ്പെട്ടതല്ലേ, ഞാനൊരു വൃത്തികെട്ടവനാകണമെന്ന് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽപ്പെട്ടതല്ലേ? സഹോദരങ്ങളെ, അങ്ങനെ ഒരു വിധിവിശ്വാസം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. നന്മകളെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. പക്ഷേ നന്മകളെ സൃഷ്ടിച്ച അള്ളാഹു അത് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു, അതിനെ ഇഷ്ടപ്പെട്ടു, അതിനെ തൃപ്തിപ്പെട്ടു, അത് ചെയ്ത് മുന്നോട്ട് പോയാൽ അള്ളാഹു സ്വീകരിക്കും. എന്നാൽ തിന്മയുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയില്ല, അള്ളാഹുവിൻ്റെ ഇഷ്ടമില്ല, അള്ളാഹുവിൻ്റെ തൃപ്തിയില്ല, അത് ചെയ്യാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല, അനുവാദം ഇല്ല. എങ്ങനെയാണ് നാം വിചാരിക്കുന്നതും അള്ളാഹുവിൻ്റെ വിധിയും ഒന്നാവുക? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ കണക്കാക്കിയത് നടക്കും. അതിനുള്ള സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ, ഒരു തെറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ തെറ്റിലേക്ക് പോകാൻ പാടില്ല എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നന്മയുടെ വഴി തിരഞ്ഞെടുക്കാൻ അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായിരിക്കെ തെറ്റുകൾ വന്നു പോകുമ്പോൾ അതൊക്കെ വിധിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് സമാധാനിക്കുന്നവർ, അതിൽ സന്തോഷിക്കുന്നവർ സമൂഹത്തിലുണ്ട്. അത് വലിയ അപകടമാണ്. രോഗം പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആകെ വെപ്രാളപ്പെട്ട് എല്ലാം എന്നെ വിട്ടുപോയല്ലോ, ഞാൻ വളരെ വലിയ നഷ്ടത്തിലേക്കും നാശത്തിലേക്കും വീഴാൻ പോവുകയാണല്ലോ, ഈ രൂപത്തിൽ ചിന്തിച്ച് എന്തൊരു ബുദ്ധിമുട്ടാണിത്, എന്തൊരു കഷ്ടപ്പാടാണിത്, ഒരിക്കലും മാറുന്നില്ലല്ലോ, വിട്ടുമാറുന്നില്ലല്ലോ, അത്തരം സംസാരങ്ങൾ ഉണ്ടാകാറുണ്ട്. അല്ലദീന ഇദാ സ്വാബത്തുഹും മുസീബ, അള്ളാഹുവിൻ്റെ വിധി എന്നോണം
എന്തെങ്കിലും ഒരു മുസീബത്തുണ്ടായാൽ അവർ പറയുന്ന വാക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. അവിടെയും നമ്മൾ അള്ളാഹുവിലേക്കുള്ളവരാണ് എന്ന ബോധം അള്ളാഹുവിൻ്റെ വിധിയായി ഉണ്ടായതാണ്. എൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടാൻ, എനിക്ക് പരലോകത്ത് ഗുണമായി ഇത് വരാൻ, അങ്ങനെ ക്ഷമിച്ച് സഹിച്ച് കൂടേണ്ടതിന് പകരം ചീത്ത വാക്കുകളും മറ്റും പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ജീവിതത്തിൽ കണക്കാക്കിയത്, നിശ്ചയിച്ചത് അതാണ് സംഭവിക്കുക. നന്മയുടെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖിന് വേണ്ടി ആത്മാർത്ഥമായി ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കണം. അബദ്ധങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും മോചനം കിട്ടാൻ, രക്ഷ കിട്ടാൻ നിരന്തരം അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കണം. ഈ ചിന്തയാണ് വിശ്വാസികളായ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. മരിക്കുന്ന അവസാന നിമിഷം വരെയും അള്ളാഹുവിൻ്റെ വിധിയിലുള്ള വിശ്വാസത്തെ ശ്രദ്ധിക്കാനും അത് ഉൾക്കൊണ്ട് ആ വിശ്വാസത്തെ ഉറപ്പിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും നാം ശ്രദ്ധിക്കണം, പരിശ്രമിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.